ഓഫ് ദി ഇയർ മാധവ് ഗാഡ്ഗിലിനെ കുറിച്ചുള്ള ജാലകം അവസാന ഭാഗം. പശ്ചിമഘട്ട സംരക്ഷണത്തിനും സുസ്ഥിര വികസനത്തിനുമായി എക്കാലത്തെയും ഭരണകൂടങ്ങൾക്ക് അടിസ്ഥാന രേഖയായി സ്വീകരിക്കാവുന്ന നിർദ്ദേശങ്ങൾ സമർപ്പിക്കുക വഴി ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള ഒരു ശാസ്ത്രജ്ഞൻ ചെയ്യേണ്ട കൃത്യം മാതൃകാപരമായി നിർവഹിച്ച മാധവ് ഗാഡ്ഗിലിനെ മാൻ ഓഫ് ദി ഇയറായി ജാലകം ടീം തെരഞ്ഞെടുത്തതിന്റെ പശ്ചാത്തലത്തിൽ പ്രത്യേക പരിപാടി മാൻ ഓഫ് ദി ഇയർ രണ്ടാം ഭാഗം. I hope that in our democratic country openness, transparency, accountability will prevail. Our report calls for nothing other than openness, transparency and accountability. And our country is slowly moving in that direction. And I am very happy that our report has generated a lot of discussion. എന്താണ് മാധവ് ഗാഡ്ഗിലിന്റെ അല്ലെങ്കിൽ അദ്ദേഹം നേതൃത്വം നൽകിയ സമിതിയുടെ മഹത്വം? മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനുകാലികമായിട്ട് ഭാരതം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും സുതാര്യമായ ഒരു മനുഷ്യ അനുകൂലമായിട്ടുള്ള റിപ്പോർട്ടാണ്. ഭാസ്കരൻ വെള്ളൂർ. അതായത് ഭാവിയിൽ കേരളത്തിന്റെ തീരത്ത് അല്ലെങ്കിൽ കേരളം 38,863 ചതുരശ്ര കിലോമീറ്റർ എന്ന കേരളത്തിൽ മനുഷ്യൻ ജീവിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ട ഒരു റിപ്പോർട്ടാണ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട്. കാരണം പശ്ചിമഘട്ടം എന്ന് പറയുന്ന ഈ 500 കിലോമീറ്റർ കേരളത്തിന്റെ ഭാഗത്ത് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ തെക്ക് പടിഞ്ഞാറൻ കാലവർഷവും വടക്ക് കിഴക്കൻ കാലവർഷവും രണ്ടും ഉണ്ടാകണമെങ്കിലും ചുരം കടന്നു വരുന്ന ഡക്കാൻ പീഠഭൂമിയിൽ നിന്നും അതിനപ്പുറം താഴ്വര ഭൂമിയിൽ നിന്നും ചുഴറ്റിയടിച്ച് വരുന്ന ചൂടുകാറ്റിനെ തടഞ്ഞു നിർത്തിയിട്ട് കേരള ഭാഗത്ത് നനുപ്പ് നിർത്തണമെങ്കിലും അവിടെ നിന്ന് ഒഴുകി വരുന്ന പുഴയും ആ പുഴ ഒഴുകി പോകുന്ന സ്ഥലത്തെ കൃഷിയും ആ കൃഷിയുടെ കരയിലെ കാലിമേയ്ക്കലും പാൽ വ്യവസായവും പുല്ല് വ്യവസായവും മത്സ്യബന്ധനവും തുടങ്ങി ഈ പുഴകളുടെ തീരത്ത് നിൽക്കുന്ന നാണ്യധാന്യ വിളകളുടെയും വിളവെടുപ്പും അതിൻ്റെ കൊടുക്കൽ വാങ്ങലുകളും ഇടപെടലുകളും എല്ലാം കേരളത്തിൽ നടക്കുന്ന ഏതൊരു ചെറിയ പ്രക്രിയക്ക് പോലും ഓരോ മനുഷ്യന്റെ ജീവനിൽ പോലും ഓരോ സ്പന്ദനത്തിൽ പോലും പശ്ചിമഘട്ടമുണ്ട്. കൂടാതെ നമ്മുടെ വൈദ്യുതിയും ഒക്കെ എല്ലാം ഈ പശ്ചിമഘട്ടമായി ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നു. അതുകൊണ്ടാണ് ഗാഡ്ഗിൽ പറയുന്നത് ഇത് ആത്യന്തികമായി നടപ്പിലാക്കിയില്ലെങ്കിൽ വരാൻ പോകുന്ന നാളുകൾ അപകടകരമായ ഒരു അവസ്ഥയിലേക്കായിരിക്കും ഉണ്ടാകുക എന്നുള്ളത്. ഞങ്ങൾ പറയുന്നത് ഇതിനെ ഒരു തരത്തിലും വയലേറ്റ് ചെയ്യാതെ, ഒരുപാട് വയലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് ഇതിനെക്കുറിച്ച് പഠിക്കാതെ കാര്യങ്ങളെക്കുറിച്ചിട്ട് വല്ലാത്ത തരത്തിൽ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് കേരളം. അതുകൊണ്ട് തന്നെ ഈ കർഷകരുടെ ഒരു പ്രശ്നമാണ് ഇവാക്വേഷൻ എന്ന് പറയുന്നത് ഒഴിഞ്ഞു പോകൽ എന്നാണ്. ഇതിലെവിടെയും ഗാഡ്ഗിൽ ഒഴിഞ്ഞു പോകാൻ പറഞ്ഞിട്ടില്ല. ആരും ഒഴിഞ്ഞു പോകേണ്ട ആവശ്യമില്ല. അവിടെ സുസ്ഥിരമായിട്ട് വികസനം നടക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഭൂമി അവരുടെ കാർഷികേതര ആവശ്യങ്ങൾക്ക് കൈമാറാൻ പാടില്ല എന്നുള്ള ഒരു കാര്യത്തിന്മേലാണ് ഈ മറ്റൊരു പ്രശ്നം ഉണ്ടാകുന്നത്. അത് ഈ ക്വാറി ഇടപെടലുകൾ ഉണ്ടാവാതിരിക്കാനും ഈ പശ്ചിമഘട്ടം മുഴുവനും ഞങ്ങളുടെ പശ്ചിമഘട്ട സംരക്ഷണ യാത്രയുടെ ഭാഗമായി നമ്മൾ കണ്ടിരിക്കുന്നത് 900-ഓളം ക്വാറികൾ കണ്ണൂർ ജില്ലയിലുണ്ട്. 900-ഓളം ക്വാറികളിൽ 23 ക്വാറികൾക്കാണ് ലൈസൻസ് ഉള്ളത്. ബാക്കി മുഴുവനും അനധികൃതമായിട്ട് പൊട്ടിച്ചു കൊണ്ടുപോകുന്ന ക്വാറികളാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രശ്നം ഒരുപാട് എവാക്വേഷൻ നടന്നിട്ടുണ്ട്. എവാക്വേഷൻ നടന്നിരിക്കുന്നത് ഈ ക്വാറികൾ വരുമ്പോൾ ഇവിടുന്ന് മനുഷ്യന് ഒഴിഞ്ഞു പോവുകയാണ്. 500-ഓളം കുടുംബങ്ങൾ ഈ ക്വാറിയുടെ കാര്യമായിട്ട് പശ്ചിമഘട്ടം ഒഴിഞ്ഞു പോയിട്ടുണ്ട്. ഞങ്ങൾ ആ ഒഴിഞ്ഞു പോക്കലിനെയാണ് ഞങ്ങൾ പറയുന്നത്. അല്ലാതെ ഗാഡ്ഗിൽ പറഞ്ഞിരിക്കുന്നത് ഒഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ടല്ല, അവിടെ കൃഷി ചെയ്തിട്ട് സ്വസ്ഥമായിട്ട് സുസ്ഥിരമായ വികസനം നടത്തി അവർ ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. വളരെ ക്ലിയർ ആണ്, അടിസ്ഥാനപരമായിട്ട് വളരെ ട്രാൻസ്പെറന്റ് ആണ് അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് വായിച്ചു കഴിഞ്ഞു. ജനങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ആശങ്ക എന്ന് പറയുന്നത് അഡ്വക്കേറ്റ് വിനോദ് പയ്യട. കർഷകർക്ക് ഇപ്പോൾ ചില പ്രശ്നങ്ങൾ അവിടെയുണ്ട് പശ്ചിമഘട്ട മേഖലയിൽ. അത് വന്യജീവികളുടെ ആക്രമണത്തിന്റെ വിഷയമായാലും പിന്നെ ചില കർഷകർക്ക് ഭൂമി കൈമാറാനുണ്ടായ തടസ്സമാണെങ്കിൽ പോലും. പക്ഷെ ഇത് രണ്ടും തന്നെ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് യാതൊരു തരത്തിൽ ബന്ധപ്പെടുന്നതല്ല. പക്ഷെ ഈ വിഷമങ്ങൾ അനുഭവിക്കുന്ന കർഷകരെ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് കൂടി വന്നു കഴിഞ്ഞാൽ ഇത് മൊത്തം പ്രശ്നങ്ങൾ സങ്കീർണമാവും, ആളുകൾക്ക് ജീവിക്കാൻ സാധ്യമല്ലാതായി തീരും എന്നുള്ളൊരു പ്രചരണം കർഷകരിലേക്ക് എളുപ്പം വന്നെത്താനുണ്ടായ കാരണം ഈ രണ്ട് കാര്യങ്ങളാണ്. അപ്പോൾ ആ രണ്ട് കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഭാഗമല്ലെങ്കിൽ കൂടിയും പക്ഷേ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിനെ ആക്രമിക്കാൻ ആളുകളും കർഷകരെ ഇളക്കിവിടുന്ന വ്യവസ്ഥാപിത പാർട്ടികളും അതേപോലെ തന്നെ മതപുരോഹിതന്മാരുടെ ഒരു വിഭാഗവും എല്ലാവരില്ല പല ആളുകളും ഇപ്പോൾ കൂടുതൽ ആളുകൾ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിന് അനുകൂലമായിട്ട് വരുന്നുണ്ട്. യഥാർത്ഥത്തിൽ യാതൊരു കാര്യവുമില്ലാതെ റിപ്പോർട്ടിൽ പറയാത്ത കാര്യങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആളുകൾ ഇളക്കിവിടുക എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിലാണ് അപ്പോൾ ഈ രണ്ട് വിഷയങ്ങൾ അനുഭവിക്കുന്ന കർഷകർക്ക് സ്വാഭാവികമായിട്ടും അവർ പ്രക്ഷുബ്ധമാവുകയും അങ്ങനെയാണ് സംഭവങ്ങളും ആശങ്കകളൊക്കെ വളരെ സങ്കീർണമാവുകയും ചെയ്തത്. ഗാഡ്ഗിൽ കമ്മിറ്റി നിർദ്ദേശങ്ങളിൽ വെള്ളം ചേർക്കപ്പെട്ടതിന്റെ നാൾ വഴി ഇങ്ങനെ:
ജയറാം രമേശ് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രിയായിരിക്കെ നിയോഗിച്ച വെസ്റ്റേൺ ഘട്ട്സ് ഇക്കോളജി എക്സ്പെർട്ട് പാനലിന്റെ അധ്യക്ഷനായിരുന്നു ഗാഡ്ഗിൽ. 2011 ആഗസ്റ്റ് 31 സമിതിയുടെ നിർദ്ദേശങ്ങൾ കേന്ദ്ര മന്ത്രിസഭയ്ക്ക് മുന്നിൽ വെച്ചെങ്കിലും 2 വർഷം കഴിഞ്ഞ് മാത്രമാണ് ഈ റിപ്പോർട്ട് വെളിച്ചം കാണുന്നത്. റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാൻ നീതിന്യായ കോടതികളെ സമീപിക്കേണ്ടിയും വന്നു. സമിതി മുന്നോട്ടുവെച്ച നിർദ്ദേശങ്ങൾ ഖനന മാഫിയയുടെയും മറ്റും താൽപര്യങ്ങൾക്ക് വിരുദ്ധമാണെന്നതിനാൽ സ്പോൺസേഡ് പ്രതിഷേധങ്ങൾക്ക് അരങ്ങൊരുങ്ങി. ശാസ്ത്രീയ വസ്തുതകളെ അടിസ്ഥാനമാക്കിയുള്ള റിപ്പോർട്ടിനെ ആ രീതിയിൽ എതിർക്കാൻ ആയുധങ്ങളില്ലാതായപ്പോൾ സമിതി നിർദ്ദേശങ്ങളിൽ വെള്ളം ചേർത്ത് ഗവൺമെന്റ് മറ്റൊരു സമിതിയെ നിയോഗിക്കുകയായിരുന്നു. ആ സമിതിയുടെ നിർദ്ദേശങ്ങളിൽ എതിർക്കാനുള്ള പഴുതുകൾ ധാരാളമുണ്ടായിരുന്നു. ജനങ്ങളുടെയും കർഷകരുടെയും പേരിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ട് വ്യാപകമായി എതിർക്കപ്പെട്ടു. ഒരു സംഘം ശാസ്ത്രജ്ഞന്മാരുടെ മേൽനോട്ടത്തിൽ അങ്ങേയറ്റം അശാസ്ത്രീയമായും ജനാധിപത്യ വിരുദ്ധമായും തയ്യാറാക്കപ്പെട്ട കസ്തൂരിരംഗൻ റിപ്പോർട്ടിന്റെ ജന്മദൌത്യവും അതുതന്നെയായിരുന്നു. പിന്നീടങ്ങോട്ട് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിനെക്കുറിച്ച് ആരും സംസാരിക്കാതായി. ഗവൺമെന്റിന്റെയും നിക്ഷിപ്ത താൽപര്യക്കാരുടെയും ഭാഗത്തുനിന്നുള്ള ബോധപൂർവമുള്ള തമസ്കരണമായിരുന്നു അത്. വികാരം വിറ്റുജീവിക്കുന്ന ദൃശ്യ ചാനലുകൾക്കും താൽപര്യം കസ്തൂരിരംഗനെ പിടിച്ച് കാടിളക്കാനായിരുന്നു. Yes. I mean, there are two very striking differences. Three striking differences. First, we went by our mandate. ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് കസ്തൂരിരംഗൻ റിപ്പോർട്ടുമായി താരതമ്യം ചെയ്യുമ്പോൾ അടിസ്ഥാന തത്വങ്ങളിൽ തന്നെ കാതലായ വ്യത്യാസങ്ങളുണ്ടെന്ന് തിരിച്ചറിയാനാകും. പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളും അവയുടെ സ്രോതസ്സുകളും കസ്തൂരിരംഗൻ റിപ്പോർട്ടിൽ പരിഗണനാ വിഷയങ്ങളെയല്ല എന്നതാണ് ഇതിലൊന്ന്. And our mandate had explicitly asked us to take account of the previous government committees, high court judgments and so on findings. So Pradap Sen committee, which was set up by the government and has recommended criteria for defining ecological sensitivity, those criteria I think are very relevant. They include, for instance, areas which are origins of rivers and streams in the Western Ghats should be considered ecologically sensitive. This is a 13-year-old recommendation now of Sen committee, which we have accepted. Kasturirangan committee has completely ignored rivers, streams, in general aquatic life, which is far worse affected, unfortunately, than the forest life. പശ്ചിമഘട്ട പ്രദേശങ്ങളിലെ വനമേഖലയ്ക്കും അവയുടെ സംരക്ഷണത്തിനും മാത്രം ഊന്നൽ കൊടുക്കുമ്പോൾ കസ്തൂരിരംഗൻ റിപ്പോർട്ട് ഭാഗികവും അശക്തവുമായി പോവുകയാണ്. ജനങ്ങൾക്കും ജനപ്രതിനിധി സഭകൾക്കും തീരുമാനമെടുക്കാനുള്ള ജനാധിപത്യ അവകാശം ഗാഡ്ഗിൽ കമ്മിറ്റി മാനിക്കുമ്പോൾ കസ്തൂരിരംഗൻ റിപ്പോർട്ട് അതിനെ നിരാകരിക്കുകയാണ്. They have only focused on forest life. By completely ignoring this earlier work, they have not followed their mandate. Secondly, by simply restricting to forested areas, they have taken a very narrow viewpoint. Our viewpoint is broad and comprehensive, as it should be. Thirdly, we have recommended a democratic process, that only after full inputs from people, the regulations or whatever promotional measures also should be implemented. Kasturirangan committee has made, to my mind, an unconstitutional statement saying that how can local communities be involved in economic decision making. This is against the 73rd, 74th constitutional amendments. Such anti-democratic approach should not have been taken. Ours is a democratic approach, theirs is an anti-democratic approach. These are the major differences. ഡോക്ടർ എ ലത. വെള്ളത്തിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ പഞ്ചായത്ത് തലത്തിലുള്ള വാട്ടർ റിസോഴ്സ് മാനേജ്മെന്റ് പ്ലാൻ ഈ ഗാഡ്ഗിൽ റിപ്പോർട്ടിൻ്റെ പ്രധാനപ്പെട്ട ശുപാർശയാണ്. അത് വേറൊന്നും കൊണ്ടല്ല, പുഴകളുടെ മുകളിലും മറ്റ് സ്ഥിരമായിട്ടുള്ള ജലസ്രോതസ്സുകളുടെ മുകളിലും ഉള്ള സമ്മർദ്ദം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓരോ പഞ്ചായത്തും അവരുടെ പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ട് അവരിപ്പോൾ എന്താ ചെയ്യുന്നത്, അവർ കുടിവെള്ളം എങ്ങനെയെങ്കിലും ലോറിയിൽ എത്തിക്കും, അല്ലെങ്കിൽ കൂടുതൽ കുടിവെള്ള പദ്ധതികൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ അവരെവിടെന്നെങ്കിലും വെള്ളം കൊണ്ടുവന്നാൽ മതി എന്ന തീരുമാനത്തിലേക്ക് എത്തിയാൽ ഈ കേരളത്തിലെ 996 പഞ്ചായത്തുകൾ ഈ പോക്ക് പോയി കഴിഞ്ഞാൽ എവിടെയും വെള്ളമില്ലാത്ത അവസ്ഥ എത്തിച്ചേരും. അതുമാത്രമല്ല, ഉള്ള ജലസ്രോതസ്സുകൾ ആരും സംരക്ഷിക്കാത്ത രീതിയിൽ എത്തുകയും ചെയ്യും. ഇപ്പോൾ അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ ഇത്രയധികം കിണറുകൾ വറ്റി വരളുകയായിരുന്നു. കേരളത്തിൽ ഇത്രയധികം കുളങ്ങളൊക്കെ നശിച്ചു പോകില്ലായിരുന്നു. നമുക്ക് ജലത്തിനോട്, അല്ലെങ്കിൽ ജലം പരിസ്ഥിതിയുടെ ഭാഗമാണ്,
വാട്ടർ ഈസ് പാർട്ട് ഓഫ് എക്കോസിസ്റ്റം എന്നുള്ള തിരിച്ചറിവ് നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ചെയ്യില്ല. പക്ഷെ ഇപ്പോൾ ഈ നിയമപരമായിട്ടിത് വേണ്ടി വരികയാണ്. കാരണം നമുക്ക് നമ്മുടേത് ഒരു സ്വയം നിയന്ത്രിക്കുന്ന ഒരു സെൽഫ് റെഗുലേറ്ററി മെക്കാനിസം ഉള്ള ഒരു സമൂഹമല്ല. ആദിവാസികൾക്കൊക്കെ ഇടയിലുള്ള പോലെ നമ്മളെങ്ങനെയാണെന്ന് വെച്ചാൽ ഉപഭോഗ സമൂഹമാണ്. അപ്പോൾ മാക്സിമം എടുത്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്, തിരിച്ചൊന്നും കൊടുക്കുന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു സമൂഹത്തിൻ്റെ മുകളിൽ ഇത്തരത്തിലുള്ള നിയമങ്ങൾ വന്നേ പറ്റൂ, അല്ലെങ്കിൽ ഇതിനൊരു അവസാനം ഉണ്ടാവില്ല. വെള്ളം മണ്ണിലിറങ്ങിയാൽ മാത്രമേ അത് കിണറ്റിലായാലും കുഴൽക്കിണറിലായാലും അത് പുഴയിലായാലും എവിടെയായാലും വെള്ളം കിനിഞ്ഞിറങ്ങുള്ളൂ. അപ്പോൾ ഗാഡ്ഗിൽ പാനൽ റിപ്പോർട്ടിൽ ഞാൻ കാണുന്നൊരു പോസിറ്റീവ് കാര്യം, ഈ എക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയ എന്ന് പ്രഖ്യാപിക്കപ്പെടുന്ന പ്രദേശങ്ങളിൽ അകത്ത് ഇത്തരത്തിലുള്ള ഒരു വികസന നയം രീതി വരേണ്ടി വരും. അതിനകത്തുള്ള പഞ്ചായത്തുകൾ എല്ലാം തന്നെ ഇത്തരത്തിലുള്ള വികസന രീതി അവർ ഫോളോ ചെയ്യേണ്ടി വരും. ഗാഡ്ഗിൽ കമ്മിറ്റി നിർദ്ദേശങ്ങൾ എങ്ങനെ പ്രായോഗികവും ഫലപ്രദവുമാക്കി നടപ്പാക്കാം എന്നതിനുവേണ്ടി നിയോഗിക്കപ്പെട്ട കസ്തൂരി രംഗൻ കമ്മിറ്റി ഒരിക്കൽ പോലും ഗാഡ്ഗിലുമായി ഈ വിഷയത്തിൽ സംസാരിച്ചിട്ട് പോലുമില്ല എന്ന് ഗാഡ്ഗിൽ വെളിപ്പെടുത്തുമ്പോൾ ജനങ്ങൾ എന്താണ് ഊഹിക്കേണ്ടത്? മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ട അജണ്ടയ്ക്കനുസരിച്ച് ഗാഡ്ഗിൽ കമ്മിറ്റി നിർദ്ദേശങ്ങൾ അട്ടിമറിക്കപ്പെട്ടുവെന്നോ? Kasturi Rangan, I was actually surprised. He is a very old friend of mine. I know him for more than 20 years and we have been very good friends. But in connection with this report, I was surprised that he did not make any communication until their findings were finalized. Madhav Gadgil. After their findings were finalized, for a completely informal dinner meeting along with the committee, he requested me to join. I joined. He asked me for my suggestions, which I gave. These suggestions were never recorded and they were completely ignored. So for all practical purposes, I was and my committee members and our report has been completely ignored by Kasturi Rangan committee report, and the Kasturi Rangan committee report regretfully makes false claims about the quality of their data. They say that their data is based on 24 meter by 24 meter resolution. Our data is 9 kilometer by 9 kilometer resolution. This is false. Our data is 32 meter by 32 meter resolution. Theirs is 24 meter by 24 meter. There is very little additional information gained by going from 32 to 24 meters. So our database, which was the first time such a database has been put together, is as good as theirs, and their claim that their database is much superior is a false claim. വാർത്താ ചാനലുകളും ഇതര മാധ്യമങ്ങളും കൊണ്ടുപിടിച്ച് ന്യൂസ് മേക്കർമാരെയും ഐക്കൺ ഓഫ് ദി ഇയറിനെയും തെരഞ്ഞെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. വാർത്തകൾ സൃഷ്ടിക്കുന്നതിൽ ബോധപൂർവം വിരുതു കാണിക്കുന്ന രാഷ്ട്രീയക്കാരും സെലിബ്രിറ്റികളുമാണ് അവരുടെ പാനലുകളിലുള്ളത്. വിവാദങ്ങളെയും വിവാദ പുരുഷന്മാരെയുമാണ് ഏവർക്കും താൽപര്യം. സമ്മർദ്ദങ്ങൾക്കും സ്വാധീനങ്ങൾക്കും അടിപ്പെടാതെ ജനങ്ങൾക്കു വേണ്ടി നിലകൊള്ളുന്ന ഒരു ശാസ്ത്രജ്ഞൻ നാടിനും നാട്ടാർക്കും വേണ്ടി ചെയ്തതെന്തെന്ന് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ ഭാവി തലമുറ വിലയിരുത്തും. കാലത്തിന്റെ കുത്തൊഴുക്കിൽ ന്യൂസ് മേക്കർമാർ കുത്തിയൊലിച്ചു പോകുമ്പോൾ മാധവ് ഗാഡ്ഗിലിനെ പോലുള്ളവർ സഹ്യപർവ്വത നിരകളെപ്പോലെ തലയുയർത്തി ചരിത്രത്തിലുണ്ടാകുമെന്നതിൽ സംശയം വേണ്ട. I hope that in our democratic country, openness, transparency, accountability will prevail. Our report calls for nothing other than openness, transparency and accountability. And our country is slowly moving in that direction. And I am very happy that our report has generated a lot of discussion. മാൻ ഓഫ് ദി ഇയർ ഇന്നത്തെ ജാലകം സമാപിക്കുന്നു. നിർവഹണം KV ശരത്ചന്ദ്രൻ, MS വാസുദേവൻ, C സീമ.